അഥവാ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ സർക്കാരിനെതിരായ വിധിയെഴുത്താകണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട്. അത് സാധ്യമാകണമെങ്കിൽ UDF വിജയിക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. കൃത്യമായി ഇവിടുത്തെ ഫീൽഡ് അനുഭവങ്ങളൊക്കെ നമ്മളോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ ജനവിധി ഗവൺമെൻറ്റിനെതിരായ ഒരു ചുവടുവെപ്പായി മാറണമെങ്കിൽ UDF വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ ഇന്ത്യയിലുടനീളം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെ ജാതി സെൻസസ് നടക്കണമെന്ന് ഉള്ള അഭിപ്രായങ്ങളുണ്ടായി. പല പാർട്ടികളും അത് മുന്നോട്ട് വെച്ചു. CPM കേന്ദ്ര കമ്മിറ്റി പ്രമേയം പാസാക്കി. പല പ്രതിപക്ഷ സർക്കാരുകളും നേരത്തെ തന്നെ ജാതി സെൻസസിന് വേണ്ടി തയ്യാറായി. കേരളത്തിൽ വെൽഫെയർ പാർട്ടി വലിയ പ്രക്ഷോഭവുമായി ആ ഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഒരു സ്റ്റെപ്പും എടുക്കാൻ ആ ഘട്ടത്തിലൊന്നും കേരള ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. സംവരണത്തെ അട്ടിമറിക്കും വിധം സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് അത് BJP ഏറ്റെടുക്കുകയും കേന്ദ്ര നിയമനിർമ്മാണം നടത്തുകയൊക്കെ ചെയ്ത് നമുക്കറിയാവുന്നതാണ്. അതിനു മുമ്പേ തന്നെ കേരളത്തിൽ അത്തരം നീക്കങ്ങളുണ്ടായി. അതേപോലെ തന്നെ EWSൻ്റെ അനിവാര്യ ദുരന്തമെന്നോണം ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ +2 സീറ്റ് കിട്ടാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ EWSന് വേണ്ടി നീക്കിവെച്ച സീറ്റ് ബാക്കിയാകുകയും മറ്റ് സംവരണ സമുദായങ്ങൾ വരെ അത്തരം സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്നു. സംവരണത്തെ അട്ടിമറിക്കുക എന്ന സംഘപരിവാർ നിലപാടിന് ആദ്യമായി തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ഒരുപാട് വിഷയങ്ങൾ, ദുസ്സഹമായ ജനജീവിതം, ഇപ്പോൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ചർച്ചകൾ, ഇതിനൊക്കെ ജനാഭിലാഷങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ജനദ്രോഹ നിലപാടുകൾ ജനാഭിലാഷങ്ങൾക്കൊപ്പം നിൽക്കാൻ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. കേരള ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ജനദ്രോഹകരമായ ഈ നിലപാടുകൾക്കെതിരായ വിധിയെഴുത്താണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി UDFന് അനുകൂലമായി വോട്ട് ചെയ്യും. ഈ നാട്, നിലമ്പൂർ മണ്ഡലം അത്തരമൊരു വിധി എഴുത്തിന് സന്നദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഉന്നയിച്ച എല്ലാ ക്യാമ്പയിനുകളും കുറച്ചുകൂടി തീവ്രമായി ഒരു ഘട്ടത്തിൽ വർഗീയമായി തന്നെ മുഖ്യമന്ത്രി ന്യൂനപക്ഷവിരുദ്ധനൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളവർ. അപ്പം അൻവർ ഇവിടെ മത്സരിക്കുന്നില്ല. അപ്പം അൻവറിനല്ലേ ശബ്ദത്തിനേക്കാൾ സ്വീകാര്യൻ അൻവറല്ലേ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച്? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കേരള ഗവൺമെൻറ്റിനെതിരായ ഒരു വിധിയെഴുത്താകണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അത്തരം വിധിയെഴുത്തിന് വഴിയൊരുക്കണമെങ്കിൽ UDF വിജയിക്കണം. ഇപ്പോൾ നേരത്തെ അത്തരം ചില ആവശ്യങ്ങൾ PV അൻവർ തന്നെ ഉന്നയിച്ചത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഉദാഹരണമായി ആഭ്യന്തര വകുപ്പ് മാറണമെങ്കിൽ അത്തരം ഭരണം മാറണം, UDFൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് വരണം എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അഥവാ കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സർക്കാരിനെതിരായ ഒരു തിരിച്ചടി ഉണ്ടാകണമെങ്കിൽ ഇവിടെ LDFും UDFുമാണ് മത്സരം. ആ ഘട്ടത്തിൽ UDFനെ പിന്തുണച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു നീക്കത്തിന് പാർട്ടി തയ്യാറായത്. LDF UDF തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സന്ദർഭത്തിലാണല്ലോ നമ്മളിത് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ. ഈ മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് ഘടകങ്ങളുണ്ട്, പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കുടുംബയോഗങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ വർക്കുകൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് കഴിയാവുന്നിടത്തൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. സ്വാധീന മേഖലയിൽ UDFന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഏതെങ്കിലും ഉപാധി വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമല്ല.
ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അഥവാ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ സർക്കാരിനെതിരായ വിധിയെഴുത്താകണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട്. അത് സാധ്യമാകണമെങ്കിൽ UDF വിജയിക്കണം. അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണക്കാൻ തീരുമാനിച്ചത്.